السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البديع يا الله، وبرزة الكرات عن المصطفى أسد الإله وسيد الشهداء أرحم الراحمين جل جلاله الله تعالى. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഉറ്റവർ, ഉദയവർ, ഈ പള്ളിയുടെ ചുറ്റുപരിസരത്ത് അന്തിയുറങ്ങുന്നവർ എല്ലാവർക്കും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെ അവരുടെ ജന്നാത്തുൽ നമുക്കും അവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ജല്ല ജലാലായ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനോടെയുള്ള ജീവിതവും ഈമാനോടെയുള്ള മരണവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞു നിർത്തുകയുണ്ടായി, ദീനുൽ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഓരോ സത്യവിശ്വാസികളുടെയും ജീവിതത്തിന്റെ ഓരോ മേഖലകളും ദീനുൽ ഇസ്ലാമിന്റെ ഓരോ ആശയങ്ങളും സർവ്വതും ബന്ധപ്പെട്ട് കിടക്കുന്നതും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതും മസ്ജിദുകളും അതിനോടനുബന്ധമായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരത്തിന്റെ ഇടമാകേണ്ട സ്ഥലമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും പരിഹാരത്തിന്റെ ഇടമായി മാറേണ്ടുന്ന പ്രദേശമാണ് പള്ളി അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പറയപ്പെടുന്നത്. പള്ളിയുടെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവ്വതിൽ നമുക്ക് മാതൃക ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അതുപോലെ തന്നെയാണ് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതിന്റെ മാതൃക എന്ന് പറയുന്നതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈത്തപ്പഴ മടലുകൾ വെച്ച് കെട്ടിയുണ്ടാക്കിയ ലാളിത്യത്തിന്റെ പ്രതീകമായ ആ മദീനയിലെ കൊച്ചു പള്ളിയുണ്ടല്ലോ, ആ പള്ളിയാണ് ആഗോളതലത്തിൽ, കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിലെ എല്ലാ പള്ളികളുടെയും മാതൃക എന്ന് പറയുന്നത് മദീനത്തെ ആ പള്ളി തന്നെയാണ്. അതായത് ഭൗതികവും ആത്മീയവുമായ മനുഷ്യന്റെ പുരോഗതിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും പള്ളിയിൽ നിന്ന് കിട്ടേണ്ടതാണ്, പള്ളിയിൽ നിന്നാണ് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ആവശ്യങ്ങളും നേടിക്കിട്ടാനുള്ള ഇടമായിട്ടാണ് പള്ളിയെ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. മദീനത്തെ പള്ളിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും ഒന്നുകൂടാതെ നടക്കേണ്ടുന്ന ഇടങ്ങളാണ് മസ്ജിദ് എന്ന് പറയപ്പെടുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതുപോലെ തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും അതിനുശേഷം ഉമർ തങ്ങളുടെ കാലത്തും അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്തും അതിനുശേഷം അലി തങ്ങളുടെ കാലഘട്ടത്തിലും ശേഷം വന്നിട്ടുള്ള എല്ലാ ഭരണകൂടങ്ങളുടെയും കാലഘട്ടത്തിലും അതിനുശേഷം ഭരണകൂടങ്ങളൊക്കെ അസ്തമിച്ചു പോയതിനു ശേഷം അതാത് നാട്ടിൻപുറങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ വേർതിരിച്ചു ഓരോ മഹലിന്റെ കീഴിൽ ഓരോ ഭവനങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് മഹല്ല് സംവിധാനം രൂപപ്പെടുമ്പോൾ അവിടെയായാലും തിരുനബിയുടെ കാലഘട്ടത്തിലും 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലും എന്തൊക്കെയായിരുന്നോ മദീനത്തെ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്നത് അത് മുഴുവനും ആ മുഴുവൻ കാര്യങ്ങളും ഒന്നുമില്ലാതെ നടക്കേണ്ടുന്ന രൂപത്തിൽ നടക്കേണ്ടുന്ന ഇടങ്ങളാണ് മസ്ജിദ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ
അവസ്ഥയിലേക്ക് മദീന പള്ളി പോലെ നമ്മുടെ എല്ലാ പള്ളികളും ആകുന്ന ഘട്ടത്തിലാണ് ഒരു മുസ്ലിമിന്റെ അഭയമായി ആശാകേന്ദ്രമായി അവരുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി നിൽക്കുന്ന ഇടമായി പള്ളികൾ മാറുക. യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമായ ആ കൊച്ചു പള്ളി മുത്തവല്ലി ഭരണം വരുന്നതിന് മുമ്പ്, ഖാദിയാർ ഭരണം വരുന്നതിന് മുമ്പ്, ഭാരവാഹികൾ ഭരണങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതൊക്കെയും ഭരണം ഭാരവാഹികളും മുത്തവല്ലി ഭരണങ്ങളും ഖാദിയാർ ഭരണങ്ങളും ഒക്കെയും നടക്കുന്നതിന് മുമ്പേയുള്ള സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം. ഈ പറയപ്പെടുന്ന കാഴ്ചപ്പാടുകൾ ഒന്നും തന്നെ മദീനത്തെ പള്ളിയിൽ വളർന്നു വന്നിട്ടില്ല എങ്കിലും ആ സമൂഹത്തിന്റെ അഥവാ സ്വഹാബത്തുൽ കിറാമിന്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാ വളർച്ചയ്ക്കും ആ പള്ളി മുന്നിട്ടിറങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സർവ്വകാര്യങ്ങളും അവർക്ക് നമുക്ക് ലഭ്യമാകുമായിരുന്നു. കാരണം അന്നത്തെ പള്ളിയുടെ ഇമാമ് എന്ന് പറയുന്നതും ആ പള്ളിയുടെ മുഅല്ലിം എന്ന് പറയുന്നതും ആ പള്ളിയിലെ പ്രസിഡന്റ് എന്ന് പറയുന്നതും ആ പള്ളിയുടെ സെക്രട്ടറി എന്ന് പറയുന്നതും ആ പള്ളിയുടെ ഖജാൻജി എന്ന് പറയുന്നതും മെമ്പർ എന്ന് പറയുന്നതും സർവ്വതും ഒരേ ഒരു നാമത്തിന്റെ ഉടമ മാത്രമായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പള്ളി എന്ന് പറയുമ്പോൾ പള്ളി മാത്രമായിരുന്നില്ല, നബിതങ്ങളുടെ ഇമാമായിരുന്ന, നബിതങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും കമ്മിറ്റിയും ഒക്കെയായിരുന്ന, നബിതങ്ങളുടെ മുത്തവല്ലിയും നബിതങ്ങളുടെ ഖാദിയുമായിരുന്ന ആ പള്ളി എന്ന് പറയുന്നത് അന്നത്തെ കോടതിയും അന്നത്തെ മുനിസിപ്പാലിറ്റിയും അന്നത്തെ പഞ്ചായത്തും അന്നത്തെ സെക്രട്ടേറിയറ്റും സർവ്വതും സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പള്ളി തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയുമോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തിരുനബിതങ്ങൾ അവിടുത്തെ ഭരണം ഏറ്റെടുത്തതുകൊണ്ട് തന്നെ അവിടുത്തെ സുന്ദരനായ എല്ലാത്തിനും പരിഹാരം കാണാൻ കഴിയുന്ന ഇമാമായും മഹല്ലിന്റെ ഭാരവാഹിയായും തിരുനബിതങ്ങൾ സർവ്വതും ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹത്തിന് ആവശ്യമായ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ആ കൊച്ചുപള്ളിയിൽ നിന്ന് കിട്ടിയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് വിലയിരുത്തണം. ഇന്ന് നമ്മുടെ എല്ലാ പള്ളികളും കേരളത്തിലുമല്ല ലോകത്തിലെ എല്ലാ പള്ളികളും നിസ്കാരങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന സാഹചര്യമുണ്ട്. ശരിയല്ലേ? നമ്മുടെ പള്ളികൾ നിസ്കാരത്തിന് വേണ്ടി തുറക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നുള്ളതിന് വിധം വന്നാലും മഹാനായ വന്നാലും മറ്റു മഹാന്മാരുടെ ആണ്ടുദിനങ്ങൾ വന്നാലും അല്ലെങ്കിൽ പെരുന്നാളിന്റെ ദിനം വന്നാലും ഇങ്ങനെ തുടങ്ങിയുള്ള ആഘോഷ പരിപാടികൾക്ക് നമ്മുടെ പള്ളികൾ സജീവമാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നടക്കുന്ന മറ്റു പ്രവർത്തനം എന്ന് പറയുന്നത് ഖബറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ സംസ്കാര ചടങ്ങുകളുമായി പള്ളിയിൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളി നമ്മുടെ നിത്യജീവിതത്തിൽ അഭിമാനിച്ച ഘടകമായ മറ്റൊരു മേഖല നമ്മുടെ ജീവിതത്തിലെ നിക്കാഹുമായി ബന്ധപ്പെട്ടതാണ്. കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് പള്ളി ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ നിക്കാഹ് തലാഖിലെത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത് പള്ളി തന്നെയാണ്. അതല്ലെങ്കിൽ തലാഖിലേക്ക് പോകാതെ മസ്ലഹത്തിന്റെ പരിപാടികളുമായി കൂട്ടിയോജിപ്പിന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പള്ളികൾ സജീവമാകുന്നു. എന്നാൽ ഈ പറയപ്പെട്ട 4-5 കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ പള്ളികൾ, നമ്മുടെ കേരളത്തിലെ എന്നുള്ള ലോകത്തിലെ ഏതെങ്കിലും പള്ളികൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്കപ്പുറം അനിവാര്യമായും അത്യന്താപേക്ഷിതമായും അടിയന്തരമായും ചെയ്യേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. മദീനത്തെ പള്ളി എന്ന് പറയുമ്പോൾ ആ പള്ളി നിസ്കാരത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ കല്യാണം നടത്താൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു മയ്യിത്തിനെ മറവ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ മസ്ലഹത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒന്നായിരുന്നില്ല. മദീനത്തെ പള്ളി എന്തിനെല്ലാം വേണ്ടിയായിരുന്നു? അത് മുഴുവനുമായി ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദീനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഭൗതികമായ മുസ്ലിമിന്റെ വളർച്ച. ഓരോ മഹല്ലിന്റെ കീഴിലും ഓരോ വീടുകളുണ്ടായിരിക്കെ ആ വീട്ടുകാരുടെ ഭൗതികമായ വളർച്ചയും അതിനുപരിയായി പുഷ്പതിയായ ആത്മീയമായ വളർച്ചയുമാണ് ഓരോ പള്ളികളും ലക്ഷ്യമിടേണ്ടുന്നത്. ആ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് വിശാലമായി സംസാരിക്കാം. രണ്ടിലും മദീനത്ത് വളരാൻ സാഹചര്യമുണ്ടായത് അതിന്റെ ഇമാമായി നിലകൊണ്ടത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണം കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബിയുടെ ഗുണം, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ഒരു ക്വാളിറ്റി, ആ ക്വാളിറ്റി കൊണ്ട് മാത്രമായിരുന്നു മദീനത്തെ പള്ളിക്ക് അഭയകേന്ദ്രമായി ആശാകേന്ദ്രമായി നിലവർത്തിക്കാൻ കഴിഞ്ഞത്, നിന്നുപോരാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഒരു മസ്ജിദിന്റെ ഇമാം
ആ മസ്ജിദുമായി ബന്ധപ്പെടുന്ന മുഅല്ലിമീങ്ങൾ, ആ മസ്ജിദുമായി ബന്ധപ്പെടുന്ന അധികാരികൾ അഥവാ ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ മുതവല്ലിമാരോ ആലിമാരോ മഹല്ലിന്റെ ഭാരവാഹികളോ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ക്വാളിറ്റികൾ ഉണ്ടാകുന്ന അനിവാര്യമാണ്. ആ ക്വാളിറ്റി അറിയാത്ത പക്ഷം ഒരു പള്ളിയുടെ ഇമാമാകാൻ കഴിയില്ല, ഒരു പള്ളിയുടെ മുതവല്ലിയാകാൻ, ഒരു പള്ളിയുടെ കാമിയാരാകാൻ, ഒരു പള്ളിയുടെ ഹാക്കിമാകാൻ, ഒരു പള്ളിയുടെ ഭരണാധികാരിയാകാൻ, ഒരു പള്ളിയുടെ ഭരണ സാഹിത്യം ഏറ്റെടുക്കാൻ ഒരു മനുഷ്യനും അധികാരമില്ല. ചില ക്വാളിറ്റികൾ ഉണ്ടാകണം. ഒരു നാടിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയെന്ന് പറയപ്പെടുന്നതിന് മുഴുവനും ഇറങ്ങി തിരിച്ചുകൊണ്ട് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ചില ആളുകൾ രംഗത്ത് വരണമെന്ന് പറയുമ്പോൾ അങ്ങനെ രംഗത്ത് വന്നയാളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഗുണമെന്തായിരുന്നു? ആ ഗുണത്തെ കുറിച്ച് അതൊരു നിബന്ധനയായി, അത് വെറും ഒരു ഗുണമെന്നതിലുപരി ഒരു നിബന്ധനയായി, ഒരു ഷർത്തായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില നിബന്ധനകൾ, ഈ നിബന്ധന പൊതുവിൽ പറയപ്പെടുന്നത് ഒന്നുകിൽ പള്ളിയുടെ പ്രസിഡന്റിനെ ആക്ഷേപിക്കാൻ, അല്ലെങ്കിൽ പള്ളിയുടെ സെക്രട്ടറിയെ, അല്ലെങ്കിൽ പള്ളിയുടെയും പള്ളിയുമായി അനുബന്ധപ്പെട്ട് നിൽക്കുന്ന മാനേജ്മെന്റ് ഇവകളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനും പരിഹസിക്കുന്നതിനും വേണ്ടി മാത്രം പലരും ഇന്ന് ഈ ആയത്തുകൊണ്ടുവെങ്കിൽ അതിന്റെ യഥാർത്ഥ നിജസ്ഥിതി അതല്ല. ഒരു മഹല്ലിന്റെ, ഒരു പള്ളിയുടെ പരിപാലന സമിതി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രമാണ് എന്നതിനാണ് പറഞ്ഞത്. ഒരു മഹല്ലിന്റെ പരിപാലന സമിതി എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ ഒന്നാമതായി പ്രതിയാകുന്നത് ഒരു നാടിന്റെ ഇമാമാണെന്ന് അറിയുമോ? പരിപാലന സമിതിയിൽ ആ പള്ളി പരിപാലിക്കുന്നതിൽ ഇമാമത്ത് നടത്തുന്നതിൽ ഒന്നാമത്തെ ആൾ പള്ളിയുടെ ഇമാമാണ്. അതുപോലെ തന്നെ പള്ളിയുടെ അസിസ്റ്റന്റ് ഇമാം, പള്ളിക്ക് മുഅദ്ദിനുണ്ടെങ്കിൽ പള്ളിയുടെ മുഅദ്ദിൻ, പള്ളിക്ക് മുഖ്രിയുണ്ടെങ്കിൽ പള്ളിയുടെ മുഖ്രി, മുഅല്ലിമീങ്ങളുണ്ടെങ്കിൽ ആ പള്ളിയുടെ അനുബന്ധ സ്ഥാപനങ്ങളുടെ മുഅല്ലിമുകൾ, അതുപോലെ തന്നെയാണ് മഹല്ലിന്റെ ഭാരവാഹികളും എല്ലാവരും ഉൾപ്പെടുത്തുന്നതിനാണ് മഹല്ലിന്റെ പരിപാലന സമിതി എന്ന് പറയപ്പെടുക. അല്ലാതെ ഭരണകർത്താക്കൾക്ക് മാത്രമായിട്ട് ഒരു ഭരണസമിതി എന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല. വിശുദ്ധമായ ഖുർആനിൽ ഈ സർവ്വരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ക്വാളിറ്റി അല്ലാഹു പറയുകയാണ്. അത് വെറും ഒരു വിശേഷണമല്ല, വെറും ഒരു പ്രത്യേകത പറയുകയല്ല, അതൊരു ഷർത്താണ്. ആ ഷർത്ത് ഇല്ലാത്തടത്തോളം ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധനയാണ്. എന്റെ മുന്നിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധനയാണ്. ഏതൊരു ഇബാദത്തിലും ഏതൊരു കർമ്മത്തിലും ഷർത്ത് തെറ്റിയാൽ, നിബന്ധന തെറ്റിയാൽ ആ അമൽ സ്വീകാര്യപ്പെടത്തില്ല എന്നതാണ് നമ്മുടെ ശാസ്ത്രീയ മതത്തിൽ പറയുന്നത്. നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, 14 ഫർദ് കൂടാതെ ചില ഷർത്തുകൾ കൂടി നിസ്കാരത്തിലുണ്ട്. മറ്റു പല കർമ്മങ്ങൾക്കും ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ നമ്മൾ ഏത് നിമിഷത്തിൽ ലംഘിക്കുമോ അതോടുകൂടി ആ അമൽ, ആ പ്രവർത്തനം ബാത്തിലാവുകയാണ്, പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. ഇതുപോലെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ഷർത്ത് മുന്നോട്ട് വെക്കുകയാണ്. ആരാണ് പള്ളിയുടെ പരിപാലകർ? ആരാണ് പള്ളിയെ മുന്നോട്ട് നയിക്കേണ്ടവർ? ആരാകണം പള്ളിയുടെ ഇമാമ്? ആരാകണം പള്ളിയുടെ മഹല്ലിന്റെ പ്രസിഡന്റ്? ആരാകണം പള്ളിയുടെ മെമ്പർമാര്? ആരാകണം രാവിന്റെ മെമ്പർമാര്? ഇങ്ങനെ തുടങ്ങി പള്ളിയുടെ മുഴുവൻ ആളുകളെയും എടുത്തു വെച്ചിട്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിപാലന സമിതിയോടുള്ള ഷർത്ത് പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നമാ يأمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله. 5 ഷർത്തുകളാണ് അല്ലാഹു മുന്നോട്ട് വെക്കുന്നത്. ഈ 5 ഷർത്ത് പാലിക്കാൻ മനുഷ്യൻ കഴിയുന്നുവെങ്കിൽ അവൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്നതിൽ സംശയമില്ല, അവൻ ഹിദായത്തിലാണെന്നതിൽ സംശയമില്ല. ഈ പറയപ്പെട്ട ഷർത്ത് ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ അതേ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അവർ മുഴുവനും വലാലത്തിലാണ്, അവർ പിഴവിലാണ്, അവർ പിഴച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഇവരൊറ്റ ആയത്തിൽ നിന്ന് 2 കാര്യങ്ങളെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഒന്നുകിൽ അവർ വിജയത്തിലാണ്, അല്ലെങ്കിൽ അവർ പരാജയത്തിലാണ്. ഒന്നാമതായി ഖുർആൻ പറയുന്നു, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ അല്ലാഹ് എന്ന് പറയുന്ന പ്രതിമാസത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാകണം. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവനല്ലാതെ പേടിക്കുന്നവരാകണം. ആ വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായവരാകണം.
സമുദായത്തിന്റെ പട്ടികയിൽ മുസ്ലിം എന്ന പേര് വന്നിട്ട് മുസ്ലിമിന്റെ പേരിട്ടിട്ട് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവരെ പള്ളിയുടെ ഇമാമാകാൻ കഴിയില്ല, മഹലിന്റെ അധികാരം നൽകാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ നിബന്ധന പടച്ചവനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, നാളെ ഒരു പരലോകം വരാറുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സർവ്വത്തിലും ഞാൻ വിചാരണ ചെയ്യപ്പെടുമെന്നത് ഒരു സംശയലേശമല്ലേ മനസ്സിൽ പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം മൂലമായവരാകേണ്ടതുണ്ട്. ഖുർആൻ നിബന്ധന പറയുകയാണ്, നിസ്കാരത്തെ നിലനിർത്തുന്നവനാകേണ്ടതുണ്ട്, നിസ്കരിക്കുന്നവനാകേണ്ടതുണ്ട്. നല്ല ഖുർആൻ പറഞ്ഞത് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളുകളിൽ നല്ല ഖുർആൻ പറഞ്ഞത് ഇഖാമത്തുസ് സ്വലാത്ത് നിസ്കാരത്തെ നിലനിർത്തുന്ന ആളുകളാകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. നിസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കണം. 5 വക്തവും ഖളാ ആകാതെ നിസ്കരിക്കുക എന്നതല്ല അതിന്റെ താല്പര്യം. ഇഖാമത്തുസ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷാ ക്ലാസ്സായ 5ാം ക്ലാസ്സിലെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും വലിയ ഫിഖ്ഹിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ വരെ ഇഖാമത്തുസ് സ്വലാത്ത് എന്താണ് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഇഖാമത്തുസ് സ്വലാത്ത്? നിസ്കാരം ഖളാ ആകാതെ അസ്റിന് മുമ്പേ തന്നെ നിസ്കരിക്കുക, മഗ്‌രിബിന് മുമ്പ് മഗ്‌രിബിന് മുമ്പ് അസ്ർ നിസ്കരിക്കുക എന്ന ഖളാ ആകാത്ത രൂപത്തിലുള്ള നിസ്കാരത്തെ കുറിച്ചല്ല നിസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത്. ഇഖാമത്തുസ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവ്വൽ വഖത്തിൽ ഒരു മനുഷ്യൻ തക്ബീറുൽ ഇഹ്റാമിലേക്ക് കടക്കുക എന്നതാണ് ഇഖാമത്തുസ് സ്വലാത്ത് എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇഖാമത്തുസ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവ്വൽ വഖത്ത്, ആദ്യ സമയം, നിസ്കാരത്തിന്റെ ആദ്യ സമയം അവ്വൽ വഖത്ത് വിട്ടുകിടക്കുക. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടുപുറങ്ങളിൽ എന്നല്ല, ലോകത്തുടനീളം അവ്വൽ വഖത്ത് എന്ന് പറയപ്പെടുന്നത് 15 or 20 മിനിറ്റാണ്. ബാങ്ക് മുഴങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂറിൽ നിസ്കാരം നിർവഹിക്കുന്നതല്ലാതെ പള്ളിയുടെ ഇമാമാകാൻ അവർ യോഗ്യതയില്ല. യാദൃശ്ചികമായിട്ട് മറവി സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു യാത്രയിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു ഉറക്കം സംഭവിച്ചു, ഇങ്ങനെ പറഞ്ഞുള്ള അബദ്ധങ്ങൾ കൊണ്ട് യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യമല്ല. പൊതുവെ നിസ്കാരത്തെ അവ്വൽ വഖത്ത് കൈവിട്ട് മനഃപൂർവ്വം കിട്ടിക്കുന്നവർ മഹലിന്റെ ഒരു സാന്നിധ്യവും ഏറ്റെടുക്കാൻ പാടില്ല. ഇത് വിശുദ്ധമായ ഖുർആൻ ശർത്തടിച്ച കാര്യമാണ്, ഖുർആനിന്റെ നിബന്ധനയാണ്. കച്ചവടക്കാരനാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും മറ്റു മുതലാളിയാണെങ്കിലും അവന്റെ കയ്യിൽ എന്തെല്ലാമുണ്ടോ സർവ്വത്തിന്റെയും കണക്കെടുത്തിട്ട് ഒരൽപ്പം പോലും ബാക്കി വെക്കാതെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളും തൊഴിലും കൊടുക്കുന്നവനായിരിക്കണം മഹലിന്റെ സാന്നിധ്യം എടുക്കേണ്ടത്, പള്ളിയുടെ ഇമാമാകേണ്ടത്, പള്ളിയുടെ മുഅദ്ദിനാകേണ്ടത്, മഹലിന്റെ സാന്നിധ്യം ഏറ്റെടുക്കേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ അവസാനം പറഞ്ഞു വെച്ചു. റബ്ബിനെ അല്ലാതെ ഒരുത്തന്റെ മുന്നിൽ നിലവിളിക്കാൻ പാടില്ല, പണച്ചവനെ അല്ലാതെ അവർ പേടിക്കാൻ പാടില്ല. അവരെക്കാളും വലിയ മോലാളിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും നാട്ടുപുറത്തിലുണ്ടാകും. പക്ഷേ അവരെ പേടിച്ചുകൊണ്ട് പള്ളിയുടെ നിയമങ്ങൾക്ക് മാറ്റം വരുത്താൻ പാടില്ല. പണച്ചവനെ അല്ലാതെ പേടിക്കാത്ത ഒരു ജനതയാണ് പള്ളിയുടെ സാന്നിധ്യം ഏറ്റെടുക്കേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇത് ശർത്താക്കിയിട്ട് പരസ്യ പ്രഖ്യാപനം നടത്തിയെങ്കിൽ മുഅ്മിനീങ്ങളെ, ഈ നിബന്ധന പാലിക്കാൻ കഴിയാത്തവർ ഒരിക്കലും ഒരു കാരണവശാലും പള്ളിയുടെ സാന്നിധ്യം ഏറ്റെടുക്കാൻ പാടില്ല. ഒരു നാടിന്റെ ജനത തിരഞ്ഞെടുത്താലും അവർ സ്വയം പിന്മാറണം. ഇതിന് കഴിയാത്തവരാണെങ്കിൽ സ്വയം പിന്മാറണം എന്നാണ് നമ്മുടെ ആളുകൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? ഈ ഷർത്ത് പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ ഈ നിയമത്തെ, ഈ നിബന്ധനയെ കാറ്റിൽ പറത്തിയവനായി പോവുകയാണ്. പരസ്പരം പരസ്യമായി ഖുർആനിലൂടെ പോലീസാകാനും നിബന്ധന ഖുർആൻ പറഞ്ഞിട്ടില്ല. പോലീസിന്റെ ഹെഡാവാൻ വിശുദ്ധമായ ഖുർആൻ നിബന്ധന പറഞ്ഞിട്ടില്ല. ഡോക്ടറാകാൻ, ഒരു ഹോസ്പിറ്റലിന്റെ മേലാധികാരിയാകാൻ അല്ലാഹു ഖുർആൻ നിബന്ധന പറഞ്ഞിട്ടില്ല. ഒരു സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററാകാൻ, HM ആകാൻ ഒരു നിബന്ധന പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവാകാൻ നിബന്ധന പറഞ്ഞിട്ടില്ല. എന്നാൽ പള്ളി മുസ്ലിമിന്റെ അഭയകേന്ദ്രമായതുകൊണ്ട്, സത്യവിശ്വാസിയുടെ ആശാകേന്ദ്രമായതുകൊണ്ട് ആ പള്ളി പരിപാലിക്കുന്ന പരിപാലന സമിതിയും ആ പള്ളിയുടെ പരിപാലനകർത്താക്കളായിട്ടാണെല്ലാമുണ്ടോ അവർ പുലർത്തേണ്ട നിയമത്തെ പരസ്യ പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനം തിരഞ്ഞെടുത്താലും ഇഖാമത്തുസ് സ്വലാത്ത് എന്ന നമുക്ക് പാടാണ്. കഴിയാത്തവർ അവ്വൽ വഖത്ത് നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ സാന്നിധ്യം ഏറ്റെടുക്കാതെ പിന്നോട്ട് മാറൽ അവർക്ക് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം ഈ നിയമത്തെ കാറ്റിൽ പറത്തിയവരായി നമ്മൾ മാറും. അത് നമ്മൾ വളരെയേറെ ഗൗരവത്തിലെടുക്കണം. മുഅ്മിനീങ്ങളെ ഏതായാലും
സ്വന്തം ജീവിതം നന്നാക്കിക്കൊണ്ട് ഈ രൂപത്തിലാക്കിക്കൊണ്ട് ചില ആളുകൾ വന്നില്ല എങ്കിൽ, പള്ളി പരിപാലിക്കാൻ ഉണ്ടായില്ല എങ്കിൽ ഇസ്ലാം ഇവിടെ തടുക്കുന്നത് സംശയമില്ല. കാരണം അടുത്തയാഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം, സ്പഷ്ടമായും വ്യക്തമായും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. സ്വന്തം ജീവിതം ഈ രൂപത്തിലാകാത്ത പക്ഷം മഹല്ലിന്റെ സാന്നിധ്യം ഏറ്റെടുത്താൽ ആ നാടിന്റെ പൂർണ്ണമായിട്ട് തകർക്കുന്നതിൽ സംശയമില്ല. പള്ളി കബറടക്കാൻ മാത്രമുള്ളതല്ല, നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ മാത്രമുള്ളതല്ല. മദീനത്തെ പള്ളി എന്തിനൊക്കെയായിരുന്നു, അതിനൊക്കെയും നമ്മുടെ ഈ പള്ളിയും കേരളത്തിലെ മുഴുവൻ പള്ളിയും ഇന്ത്യയിലെ മുഴുവൻ പള്ളിയും ലോകത്തിലെ മുഴുവൻ പള്ളികളുമായി മാറേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിക്കാൻ കഴിയാത്തവർ സ്വയം വിശകലനം നടത്തേണ്ടതുകൊണ്ട് ഈ ഷർത്തുകൾ പാലിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയാണ് മദീനത്തെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, എങ്ങനെയായിരുന്നു അവിടുത്തെ നീക്കുപോക്കുകൾ, അവിടെ എങ്ങനെയായിരുന്നു സത്യവിശ്വാസികൾക്ക് ഭൗതികമായ നേട്ടമുണ്ടായത്, ഉഖ്റവിയായ നേട്ടമുണ്ടായത് തുടങ്ങിയ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വളരെ ലളിതമായി ഹ്രസ്വമായി ചിന്തനീയമായി രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്തയാഴ്ച അവതരിപ്പിക്കും. നാഥനായ